കൂട്ടുകാരെ, ഇന്ന് ഇതേപോലുള്ള ഒരു അടിപൊളി സ്നാക്സാണ് തയ്യാറാക്കുന്നത്. അപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. കണ്ടല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. കൂട്ടുകാരെ, സെലം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്നാക്സ് നോക്കാം. മൈദ മാവ് വെച്ച് അതിനുവേണ്ടി 1.5 ഗ്ലാസ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. പർപ്പസ് ഫ്ലോർ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 3 കുഞ്ഞുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കോറിയാൻഡർ പൗഡർ, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു നുള്ളു കായപ്പൊടി, ശകലം ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നല്ലപോലെ കുഴയ്ക്കണം. ഉപ്പും മസാലകളൊക്കെ എല്ലായിടും ആവത്തക്ക വിധത്തിൽ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. ഇവിടെ കണ്ടല്ലോ, നല്ലതുപോലെ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴ് ഒരുപാട് ലൂസായി പോവരുത്. ശകലം ഓയിലൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ നല്ല ടൈറ്റിന് കിട്ടുന്നുണ്ടല്ലോ. ഇതേപോലെ ഇരിക്കണം മാവ്. ഇതിന് ചെറിയ ഉരുളകൾ ഇങ്ങനെ എടുക്കാം. എന്താ, കയ്യിൽ ശകലം ഓയിലൂടെ ആവശ്യമാണെങ്കിൽ തേച്ച് കൊടുക്കുക. കയ്യിലങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല, എന്നാലും ശകലം ഓയിലൂടെ തേച്ച് കൊടുക്കുക. കൈ വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം. പിന്നെ അല്ലാതെ പരത്തുന്നവർക്ക് പരത്തിയെടുക്കുക. ഞാൻ ഇപ്പം കൈ വെച്ച് ഇങ്ങനെ ഉള്ളല്ലേ. ഷേപ്പ് വേണമെന്നുള്ളവർക്ക് ഷേപ്പൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്താ, അപ്പോഴെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, വളരെ എളുപ്പമാണ്, എളുപ്പത്തിൽ പരത്തി എടുക്കാം. ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക.
നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോഴിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല, എങ്കിലും ആവശ്യമാണെങ്കിൽ കടലക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിതിൻ്റെ അകം കാണിച്ചു തരാം. നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ അകം. ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. വേറെ കറിയുടെ ആവശ്യം അങ്ങനെ ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് പരത്തി കളയല്ലേ, എങ്കിൽ ബോളി പോലെയാകും. എന്താണെങ്കിൽ ആ ടേസ്റ്റ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് കിട്ടുന്നത്. ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഒത്തിരി ഓയിലിട്ടങ്ങ് മൂപ്പിക്കാനും പാടില്ല. എന്നാലും അതിൻ്റെ ആ പരുവത്തിന് ഇതേ കളറായി വരുന്നത് എടുത്ത് മാറ്റണം. അല്ലല്ലോ ഇതിൻ്റെ അകമൊക്കെ ഇതേപോലെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ. അപ്പോഴും എല്ലാവരും ചെയ്ത് നോക്കാം. കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സപ്പോർട്ട് ആവാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.